ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ദേശീയ അവാർഡ് ചർച്ചയിലേക്ക് കളമൊരുങ്ങുകയാണ്. ഇക്കുറി 2024 ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമോ? എല്ലാ കൊല്ലത്തെയും പോലെ സ്ഥിരം പല്ലവി അതുതന്നെയാണ്. മമ്മൂട്ടിക്കായിരിക്കുമോ മറ്റാർക്കെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, ദേശീയ അവാർഡ് വരുമ്പോൾ മമ്മൂട്ടിയെ പാടെ പുറങ്കാലുകൊണ്ട് മടക്കി അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത് എത്ര നന്നായി അഭിനയിച്ചാലും എത്ര മികച്ച സിനിമയാണെങ്കിലും ലഭിക്കാറില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു പ്രതീക്ഷയും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്നുള്ളതിൽ നമുക്കില്ല എന്നുള്ളതാണ്. ഇത് മമ്മൂട്ടി ആരാധകർ മാത്രമല്ല, ഓരോ മലയാളിക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് പലപ്പോഴും അർഹിക്കപ്പെട്ട നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് മാത്രമല്ല, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഒരുപാട് പേർക്ക് മലയാളത്തിൽ നിന്ന് ദേശീയ അവാർഡ് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും മാത്രമേ ഒരു 20 നാഷണൽ അവാർഡെങ്കിലും ഈ കഴിഞ്ഞ കാലയളവിൽ നഷ്ടമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇനിയും ഇക്കുറി 2024 മികച്ച നടൻ മമ്മൂട്ടിയാകുമോ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ള സാധ്യതാ പട്ടിക വരുമ്പോൾ അല്ലു അർജുനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പുഷ്പ 2 എന്ന ചിത്രത്തിലൂടെ. രണ്ടാമത് മമ്മൂട്ടി ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ. ബാക്കിയുള്ളവരൊക്കെ ഇനി ആരൊക്കെ എന്നുള്ള ചിന്ത പല ഭാഷകളിലും പല സിനിമകളിലുമുള്ള ഏതൊക്കെ നായകന്മാരോ അല്ലെങ്കിൽ മികച്ച നടന്മാരോ വരാമെന്നുള്ളത് പിന്നാലെയാണ് വരുന്നതും. എന്നാൽ ഇവർ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അഭിനയം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അത് മമ്മൂട്ടി വിരോധികൾക്കും ആരാധകർക്കും ഒരേ സ്വരത്തിൽ തന്നെ പറയാം. നമ്മൾ കണ്ട ഭ്രമയുഗം അത് അതിർത്തി വരുമ്പുകളെല്ലാം കടന്നുകൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സിനിമ ഫെസ്റ്റിവലിലേക്ക്, അതായത് ഓസ്കാർ വേദിയിലേക്ക് വരെ എത്തിയ ഒരു കാര്യമാണ്. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഇത്ര കൈയടക്കത്തോടെ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ മമ്മൂട്ടിയെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ളത്. കഴിഞ്ഞേ ആളുള്ളൂ എന്നല്ല, വേറെ ആരുമില്ല എന്നുള്ളത്. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. എടുത്തു പറയേണ്ടത് ഇതിനകത്തിലെ 2 നടന്മാർ കൂടിയുണ്ട്, അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും. ഇവർക്കെല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ അവാർഡ് ലഭിക്കാൻ അർഹമാണ്. സിനിമയ്ക്ക് ഉണ്ട്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റിനുണ്ട്. അതും കൂടാതെ സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എല്ലാത്തിനും നാഷണൽ അവാർഡ് തൂത്ത് വാരേണ്ട ഒരു ചിത്രം എന്ന് തന്നെ നമുക്കറിയാം. എന്താണേലും നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതാണ് ഷാരൂഖ് ഖാനും അതുപോലെ ഈ പറഞ്ഞ പോലെ അല്ലു അർജുനുമൊക്കെ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതൊന്നും തന്നെ ഒരു മലയാളി എന്ന ലെവലിൽ അല്ലെങ്കിൽ സിനിമ ആരാധകൻ എന്ന ലെവലിൽ നമുക്ക് അറിയാവുന്നതാണ്. അർഹമായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഇവിടെ ഏറ്റവും അടുത്ത് പറയുന്ന കാര്യങ്ങൾ, മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള വ്യക്തി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാർട്ടി അതാണ്. പക്ഷേ BJP ഭരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിനു മുമ്പ് BJP അല്ലാതെ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുമൊക്കെ ഭരിച്ചിരുന്നല്ലോ കേന്ദ്രത്തിൽ. അന്നൊന്നും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കൊടുത്തില്ല? ഇനി ഒരു BJP മാത്രമാണോ കൊടുക്കാത്തത്? ഇതെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതെല്ലാം ഔട്ട് ഓഫ് ടോപ്പിക് ആണെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കാത്തതാണെന്ന് തോന്നുന്നില്ല. ജൂറിയിലുള്ള ചില പുങ്കുവന്മാരെ കൊണ്ടുള്ള ശല്യങ്ങൾ കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് വിശ്വാസമുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആരെങ്കിലും ജൂറിയിലുണ്ടെങ്കിൽ അതൊരു വലിയ പാരയുമായിരിക്കുമെന്നുള്ളതാണ്. അവരൊക്കെ അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ കണ്ടതാണ്. നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടി തന്നെയാണ് പേരൻപ് എന്ന ചിത്രത്തിന് ദേശീയ പുരസ്കാരം കൊടുക്കാത്തതിൽ അന്ന് ജൂറിയിലുണ്ടായിരുന്ന മലയാളിയായ ഒരു വ്യക്തിയുടെ അഭിമുഖം. ലാഗായിരുന്നു പടമെന്ന്. ദേശീയ അവാർഡിനെടുത്ത ഒരു അവാർഡ് മോഡൽ പടത്തിന് ലാഗായിരുന്നു എന്നുള്ളത്. അങ്ങനെ മണ്ടൻ ചിന്താഗതിയുമൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഏറ്റവും അർഹമായ കരങ്ങൾ അത് മമ്മൂട്ടിയുടെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നമുക്കറിയാം പത്മഭൂഷൺ അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയാണ്. വീണ്ടും മമ്മൂട്ടിയിലേക്ക് ദേശീയ അവാർഡ് എത്തുമോ? അങ്ങനെ ഒരു വിശ്വാസമൊന്നും ആർക്കും ഇല്ല എന്നറിയാം. കാരണം പല പ്രാവശ്യമായി അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഇനിയും ഒരുപക്ഷെ ഇക്കുറി അദ്ദേഹത്തിന് ലഭിക്കാൻ ഏറെ ചാൻസുകളാണ്, ഏറെ അനുയോജ്യനാണ്. ഇക്കുറി മാത്രമല്ല, അടുത്ത വർഷവും അദ്ദേഹം തന്നെയാണ്, കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ്, അതിനു മുമ്പലത്തെ വർഷവും മമ്മൂട്ടി തന്നെയാണ്. ഇനി ദേശീയ പുരസ്കാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ്. അദ്ദേഹത്തിന് 4 തവണയാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത് ഉള്ള പൊസിഷനിൽ നിൽക്കുന്നത് കമലഹാസൻ 3 തവണ, മമ്മൂട്ടി, അജയ് ദേവ്ഗൻ, നസറുദ്ദീൻ ഷാ, ഇവർക്ക് 4 പേർക്കും 3 തവണയും. പിന്നീട് മിഥുൻ ചക്രവർത്തിക്ക് 2 തവണയും, മോഹൻലാൽ അതേപോലെ തന്നെ ഓംപുരി, സഞ്ജീവ് കുമാർ, ധനുഷ്, ഇവർക്കെല്ലാവർക്കും 2 തവണയും ലഭിച്ചിട്ടുണ്ട്.
അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ലഭിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് ടോപ്പ് 10ൽ നടക്കുന്നത്. എന്തായാലും ഇക്കുറി മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കണമെന്നുള്ളതാണ്. പലകുറി നമ്മൾ കണ്ടതാണ്. അമിതാഭ് ബച്ചന് അവാർഡ് ലഭിക്കാൻ വേണ്ടി ഒരിക്കൽ മമ്മൂട്ടിയെ തഴഞ്ഞപ്പോൾ മറ്റൊരിക്കൽ മോഹൻലാലിനെയും അതിനു മുന്നിൽ അല്ലെങ്കിൽ അതിനിടയിൽ തിലകനെയും തഴഞ്ഞ ഒരു ജൂറിയായിരുന്നു എന്നുള്ളത്. രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്ത് പ്രേരിതമാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇങ്ങനെയുള്ള അവാർഡുകൾ അർഹമായ കരങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു അവാർഡിന് യാതൊരു വിലയുമില്ലാതെ ആയിപ്പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയും വരുന്നു. സാധാരണ ഒരു ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരമല്ല ഇന്ന് ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രേക്ഷകനും ലഭിക്കുന്നതും. അപ്പോൾ ഈ വേദിയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ആർക്കായിരിക്കാം ഇക്കുറി ദേശീയ പുരസ്കാരം ലഭിക്കുക? മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുമോ? നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ ലഭിക്കണമെന്നാണ്. കഴിഞ്ഞ പല വർഷങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചെങ്കിലും ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തന്നെ പറയുന്ന പോലെ തന്നെ വെറുപ്പിൻ്റെ അവസാനം വലിയ ഇഷ്ടമുണ്ടാകുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ അവാർഡ് കൊടുക്കാതെ ഇതിന് ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടി വരും. ഒന്നല്ല, ഒരു പക്ഷേ അടുപ്പിച്ച് 3 തവണയെങ്കിലും കൊടുക്കേണ്ട ഒരവസ്ഥ വരും എന്നുള്ളത് മനസ്സിൽ തോന്നുന്നു. അങ്ങനെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മമ്മൂട്ടിക്കായിരിക്കുമോ അല്ലു അർജുനായിരിക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. അതോ മറ്റാർക്കെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻസിലൂടെ